ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതേ ഒരു പ്രത്യേകതരം ഇഞ്ചിയാട്ടാ. ഇതിൻ്റെ ഇല കാണുമ്പോഴും ഇത് ഇഞ്ചിയാണോ എന്ന് ചോദിക്കണ്ട. ഇതാണ്ട ഇതിന് പേര് കരിയിഞ്ചി എന്ന് പറയും, ബ്ലാക്ക് ജിഞ്ചർ എന്ന് പറയും. ഇതിൻ്റെ ജന്മദേശം തായ്ലാൻഡ് തന്നെയാട്ടാ. നമ്മൾ കഴിഞ്ഞിടയ്ക്ക് ഗലാഗൽ ഇഞ്ചിയെ കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ തായ്ലാൻഡാണ് ഇതിൻ്റെ ജന്മദേശം. എന്നിരുന്നാലും ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ചൈനക്കാരാട്ടാ. ഇതിൻ്റെ ഇത് ഉണക്കി പൊടിച്ചിട്ട് നമ്മൾ ടീ ആയിട്ടൊക്കെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അമിത വണ്ണമൊക്കെ കുറയും. പിന്നെ ഇത് മുഖക്കാന്തിക്കൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട്. ഇതിൻ്റെ ഫ്ലവർ കണ്ടോ, നല്ല ഭംഗിയുള്ള ഫ്ലവറല്ലേ. ഇത് നമുക്ക് ഒരു ചെടിയായിട്ട്, അലങ്കാര ചെടിയായിട്ട് വീട്ടിൽ വളർത്താം. അപ്പോൾ ഇതിൻ്റെ ഇത് പറിച്ച് നിങ്ങളെ കാണിച്ചു തരാം, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് കാണിച്ചു തരാം. ഇത് നമുക്ക് സാധാരണ ഇതിൻ്റെ ഇഞ്ചി തന്ന പോലെ തന്നെ ഇഞ്ചികൾ പറിച്ച് നട്ട് വളർത്താം. എന്താണ് ഇതൊരു കുപ്പിയാണ്, ടിന്നാണ്. അത് മുറിച്ചിട്ട് നമ്മൾ വേസ്റ്റായി പോയി അത് നട്ടതാണ്. അപ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിലും ഇതൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് ഇങ്ങനെ അലങ്കാര ചെടി പോലെ വളർത്താം. ഇതിൽ നിന്ന് നമുക്കിപ്പോൾ കട്ട് ചെയ്തത് കാണിച്ചു തരാം നിങ്ങൾ. ഇത് കണ്ടോ, സാധാരണ നമ്മുടെ ഇഞ്ചി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇതിന് കഴുകി കാണിച്ചു തരാം. നമ്മുടെ കരിയിഞ്ചി കഴുകി എടുത്തിട്ടുണ്ട്, നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ നടണത്. ഇഞ്ചി നടണ പോലെ തന്നെ ഇത് നമ്മുടെ സ്കിന്നിനൊക്കെ സോഫ്റ്റ് ആക്കാനും ഷുഗർ കുറയാനൊക്കെ സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. ഇത് മുറിച്ച് കാണിച്ചു തരാം നിങ്ങളെ. ഒരു വയലറ്റും ഇതും കൊണ്ട് ഷെയ്ഡായിട്ട് വരും ഇട്ടത് കണ്ടോ. നല്ലത് നമ്മളൊരു ഭാഗം അടർത്തി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തൈയായിട്ട് നമുക്ക് നടാൻ. ഇതിന് നല്ല കറുത്ത കളറായിട്ട് വന്നിട്ടുണ്ടോ. ഇതാണ് കരിയിഞ്ചിയുടെ കളറ്. കുറച്ചും കൂടി മൂത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഡാർക്ക് കളർ വരും.